ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ വെച്ചാൽ ഗൈസ് കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ സിറ്റിയും ആഴ്സണലും കളി ഉണ്ടായിരുന്നു. സിറ്റി ജയിച്ചിട്ടുണ്ട് 2-1. സൂപ്പറായിട്ട് തന്നെ സിറ്റി കളിച്ചു. ആഴ്സണലിൻ്റെ ഒരു ഗോളെന്ന് വെച്ചാൽ അത് ഡോണറുമ്മയുടെ ഒരു മിസ്സാണ് ഗൈസ്. 2-1 സിറ്റി ജയിച്ചിട്ടുള്ളത്. സിറ്റിക്ക് ഒരു കളി കുറവാണ് ആഴ്സണലിനെക്കാട്ടിലും കളിച്ചിട്ടുള്ളത്. സിറ്റി അടുത്ത കളി ജയിക്കുവാണെങ്കിൽ ഒരേ പോയിൻ്റ് ആകും ആഴ്സണലുമായിട്ട്. ഗൈസ് മേ ബി ആഴ്സണൽ ബോട്ടിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സൂപ്പർ ഗോൾ തന്നെയായിരുന്നു ഇന്നലെ അടിച്ച ഗോളെല്ലാം. ചെറുക്കിയുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു ഗൈസ്, സൂപ്പറായിട്ട് എല്ലാ ഡിഫൻസിനെയും വെട്ടിച്ച്. ഗൈസ് ഈ സീസണിൽ ആര് പ്രീമിയർ ലീഗ് അടിക്കുന്നും കൂടെ ഒന്ന് താരെ കമൻറ്റ് ചെയ്തേക്കണേ ഗൈസ്. അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ലീഗ് 1 ഒളിമ്പിക് ലീഗും ജയിച്ചിട്ടുണ്ട്. അതും ഏറ്റവും സൂപ്പർ ടീമായ PSG തോപ്പിച്ച് 2-1. ഗൈസ് എൻട്രിക്കിൻ്റെ ഒരു നൈസ് ഗോൾ തന്നെ, ആദ്യത്തെ മിനിറ്റിൽ തന്നെ എൻട്രിക്ക് ഒരു നൈസ് ഗോൾ അടിച്ചു ഗൈസ്. ഫസ്റ്റ് ഹാഫ് തന്നെ ഒളിമ്പിക് ലീഗിന് 2 ഗോൾ ലീഡുണ്ടായിരുന്നു. പിന്നെ PSG ലാസ്റ്റ് മിനിറ്റാണ് ഗോൾ അടിച്ചത്. സ്കൊറസ്കേലിയാണ്. അത് സൂപ്പർ ഗോൾ തന്നെയായിരുന്നു ഗൈസ്. സൈഡിൽ നിന്നൊരു കേള് പോലെ അടിച്ച് നല്ലൊരു ഗോളായിരുന്നു സ്കൊറസ്കേലിയയുടെ. ഗൈസ് എന്തായാലും PSG തോറ്റിട്ടുണ്ട്. എൻട്രിക്ക് സൂപ്പർ പെർഫോമൻസ് തന്നെയായിരുന്നു ഗൈസ്. അതുപോലെ തന്നെ പ്രീമിയർ ലീഗിൽ ലിവർപൂളും ജയിച്ചിട്ടുണ്ട് 2-1. സലയും വാണ്ടേക്കുമാണ് ഗോൾ അടിച്ചിട്ടുള്ളത് ഗൈസ്. അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് 3 താരങ്ങളുടെ കരാറ് പുതുക്കാൻ പോവാന്നാണ് ഇപ്പം വരുന്ന ഒരു അപ്ഡേറ്റ് ഗൈസ്. ഏതൊക്കെ താരമാണെന്ന് വെച്ചാൽ ഫാലു എന്തിയായി, കരീം ബെനാറിഫ്, ഫ്രാഞ്ചോ, ഈ 3 താരങ്ങളുടെയും കരാറ് പുതുക്കാൻ പോവാന്നാണ് ഇപ്പം വരുന്ന അപ്ഡേറ്റ് ഗൈസ്. ഈ 3 താരങ്ങളും സൂപ്പറാണ്. സൂപ്പർ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കരീം ബെനാറിഫൊക്കെ നൈസായിട്ട് കളിക്കുന്നുണ്ട്, ഫ്രാഞ്ചോയും. അതുപോലെ തന്നെ ഡിഫൻസീവ് ഫാലു എന്തിയായി നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താരം കമൻറ്റ് ചെയ്യണം. ഇപ്പം ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.